നോക്കടാ. ചേച്ചിനെ വിളിച്ചേ. വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ വന്നത് ഇവിടുന്ന് വളക്കണം. ചേച്ചി പെണ്ണെ വിളിക്ക്. എടാ അവളെ വിളിക്ക്, ചേച്ചിനെ വിളിക്ക്. അങ്ങനെ ഞങ്ങൾ ഷാർജ ഖൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 130 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. നല്ല ഡ്രൈവായിരുന്നു, നല്ല മലനിരകളും നല്ല റോഡും എല്ലാം ആയിരുന്നു. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ട്രെയിന്. ഇതിന് വെറും 2 ദിറംസ് മാത്രമേ ഉള്ളൂ ഒരാൾക്ക്. ഒരു 50 പേർക്കൊക്കെ ഇരിക്കാവുന്നൊരു ട്രെയിനാണ്. അതിങ്ങനെ ഈ ഹാങ്ങിങ് ഗാർഡൻ മൊത്തം ചുറ്റി കാണിക്കും അവർ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 ദിറംസേ ഉള്ളൂ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഈ മലനിരകൾ മൊത്തം ചെടികൾ വെച്ചിട്ട് ബോഗൻവില്ലയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നല്ലൊരു വെതറുമായിരുന്നു, നല്ല തണുപ്പുള്ളൊരു വെതറായ കാരണം. പിന്നെ വീക്ക് ഡേയ്സ് ആയ കാരണമാണ് ഈ തിരക്ക് കുറവ്. വീക്ക് ഡേയ്സിൽ നല്ല തിരക്കാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊന്ന് തീരുമാനിച്ചു. 281 മീറ്റർ ഉയരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഈ കൽപ്പടവുകളും സൈഡിൽ ഈ വുഡൻ്റെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. 281 മീറ്റർ നല്ലൊരു ഹൈറ്റ് തന്നെയായിരുന്നു. മേളിൽ നിന്ന് നോക്കാൻ നല്ല ഭംഗിയായിരുന്നു. കുറച്ച് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കതച്ച്, കുട്ടികൾ നല്ല വാശിക്ക് നല്ല പടപടയെന്ന് പറഞ്ഞ് കയറിപ്പോയി. പിന്നെ അവരുടെ കൂട്ടത്തിൽ കയറാതിരിക്കാൻ പറ്റാത്തൊരു കാരണം നമ്മളും അവരുടെ കൂട്ടത്തിൽ ഓടി കയറി. മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ ചെന്നത് സന്ധ്യക്കായ കാരണം നല്ല ലൈറ്റിങ്ങൊക്കെ, മേളിലെത്തിയപ്പോഴേക്കും താഴെ ലൈറ്റിങ്ങൊക്കെ ആയിരുന്നു. ഏറ്റവും ടോപ്പിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. അവിടെ നേരെ ട്രെയിനിലേക്കാണ് കയറിയത്. ട്രെയിൻ യാത്ര ഒരു രസമുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ ലൈറ്റിലുള്ള വെള്ളച്ചാട്ടം കാണാൻ അത് വളരെ മനോഹരമായിരുന്നു. നല്ല രീതിയിൽ എല്ലായിടത്തും ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാത്രി 12 മണിക്കാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. ഞങ്ങളൊരു 10 മണിയായപ്പോഴേ അവിടുന്ന് വീണ്ടും ദുബായിലേക്ക് തിരിച്ചു. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. താങ്ക് യു. നോക്കണം.